അപ്പൊ പറയുവാ അച്ഛൻ ബാക്ക് സീറ്റിന്റെ അവിടെ ഒരു കാര്യം ഓർപ്പിക്കണം, വീട് ഓടിക്കുന്നില്ലേ അതുപോലെ വീട് വീട് ഓടിച്ചാൽ പൊളിഞ്ഞു. ഒരു കമന്റില് കണ്ടേ നമ്മള് ഡെയിലി ഇങ്ങനെ അച്ചിങ്ങ കഴിച്ചാ മടുക്കൂലേന്ന്. അപ്പൊ പയറിന്റെ പിന്നിലുള്ള ഒരു കഥ കേട്ടില്ലേ? എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കുറെ നല്ല കാര്യം. ആ പൂക്കണ്ണില്ലേ, കാണാതെ പൂച്ച അടിക്കും. എനിക്ക് ഇനി നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും ഞാൻ പറയും. എന്റെ മോളെ ഇത് എന്നെ കാണിക്കണേ കുഞ്ചും ഇപ്പൊ വല്യപ്പച്ചൻ എന്റെ അപ്പച്ചൻ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്നാ ചെയ്യൂന്നറിയാവോ? ഇത് കേട്ട് എന്നിട്ട് അപ്പ ഇന്നാള് എന്നോട് പറയാതെ നിന്നോട് പറഞ്ഞില്ലേ, ആ ബോഡി എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് കേട്ടോ അതിന്റെ. അപ്പൊ ഈ പ്രഷർ കുക്കറിന്റെ വാഷർ ദീർഘനാള് ഉപയോഗിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാ പറയണത്. നാളൊരു രസം ഉണ്ടായി ഇവിടെ. ഈ കൊച്ചു കുക്കറിന്റെയും വലിയ കുക്കറിന്റെയും നല്ല കിടിലൻ രുചിയാണ് കേട്ടോ. അപ്പ ചിരണ്ടിയ ചിരട്ടയില് നമ്മൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുമ്പോണ്ടല്ലോ, ഓ സൂപ്പർ ടേസ്റ്റാ. ശരിക്കും ആ ചിരട്ടയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. നല്ല രസമാണ് കഴിക്കാൻ. ശരിക്കും ചിരട്ടപ്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പം തന്നെ നമ്മൾ ചിരവിയ ആ ചിരട്ടയില്ലേ, തേങ്ങ ചിരവിയ ആ ചിരട്ടയിൽ പുട്ടുണ്ടാക്കി വെക്കണം. ഓ എന്നാ കിടിലൻ ടേസ്റ്റാന്നറിയോ, കിളി പോയി എൻ്റെ. ഓ ഈ വർഷം ചക്കപ്പഴം ഇല്ലയെന്ന് തന്നെ പറയണം കേട്ടോ. വളരെ റെയറായിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതേ കിട്ടിയതാണെങ്കിൽ തന്നെ ആവിച്ചൊരു വെളുത്ത നിറമൊക്കെ കണ്ടോ, ചൂടായിട്ടാന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇങ്ങനെയാണോ? നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇടയ്ക്കൊരു വെള്ള പാണ്ട് പോലെ ഉണ്ട്, അത് ആവിച്ചിട്ട് വരണമെന്ന് എനിക്ക് തോന്നണേ. പക്ഷെ മഴ ഒട്ടും തന്നെ പെയ്യാത്തതുകൊണ്ട് നല്ല മധുരമായിരുന്നു കേട്ടോ. തന്നെ ഇപ്പൊ എടുത്തോണ്ട് തന്നെ അതെ. അപ്പൊ സ്കൂട്ടറും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ കംപ്ലൈന്റ് തോന്നില്ലേ, സ്റ്റാർട്ടിങ് ട്രബിള്. മെക്കാനിക്ക് വന്നായിരുന്നു. അപ്പൊ കാറങ്ങണ്ടാണ് മെക്കാനിക്കിനെ വിളിക്കാൻ പോയി, വണ്ടിയും കണ്ട് കാറും കണ്ട്. അപ്പൊ കാറും കണ്ട് പോയപ്പോ സാധനവും മേടിച്ചോണ്ട് വന്നായിരുന്നു. പാലും ബ്രെഡും അവിയല് കഷ്ണം അവിടെ ഇരിപ്പുണ്ട്, എടുത്തോളാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ചോറിന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നാ ഇനി വൈകുന്നേരം സ്കൂട്ടർ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോ അച്ചിങ്ങ മേടിക്കാലേന്ന്. അപ്പൊ പറയുവാ അച്ചിങ്ങ ബാക്ക് സീറ്റിന്റെ അവിടെ ഇരിക്കും. അത് അന്നേരം ആ പയ്യനും ആയിട്ടല്ലേ വന്നത്. അപ്പൊ പെട്ടെന്ന് അതിന്റെ കംപ്ലൈന്റ് നോക്കിയതുകൊണ്ട് ഇത് വിട്ടുപോയി. മറ്റു സാധനങ്ങൾ പറഞ്ഞു, പാലൊക്കെ സൂക്ഷിച്ച് എടുത്ത് വെക്കണ്ടല്ലേ, അത് പറഞ്ഞു ഇത് വിട്ടുപോയി. കുഴപ്പമില്ല, ഇനിയിപ്പൊ ഇവിടെ ഇരുന്ന ഫാനിന്റെ കാറ്റ് കൊണ്ട് മടുത്തു. ഇരുന്ന് നാച്ചുറൽ കാറ്റൊക്കെ ആസ്വദിച്ച എന്റെ ഭാഷ ഇവിടെ നല്ല കാറ്റാ. ഇവിടെ കാറ്റുണ്ട്, തമാശല്ല. പാടവും മരങ്ങളും. ഞാൻ മുറത്തിൽ ഇത് ഇട്ടുകൊണ്ട് വരാം, ഒടിച്ചു പൊളിക്കാനുള്ള സാധനം കൊണ്ടുവരാം. ഒരു കാര്യം ഓർപ്പിക്കണം, ഒരു 5-6 എടുത്തു വെക്കാം നാളെ അവിയലിന്. ചിലപ്പോ ഒടിച്ചു പൊളിക്കലിന്റെ രസം കൊണ്ടും ഒടിയല് വേണം അതിന്. അപ്പൊ എടുത്തോണ്ട് വരാം കേട്ടോ, മുറത്തിൽ ഇട്ടോണ്ട് വരാം. ഓക്കെ, കാറ്റ് കണ്ടോ? ഇവിടെ ഫാൻ വേണ്ട, ഇവിടെ ഇരിക്കണ സുഖം. ഇവിടെ എല്ലാവരും എഞ്ചിൽ ചേച്ചി മിനിഞ്ഞാന്ന് എന്നോട് ലിനോ ചേച്ചിക്ക് എന്നാ ഉച്ച കഴിഞ്ഞ് ഇറയത്ത് ഇറങ്ങിയിരുന്ന കാറ്റല്ലേ, കാറ്റും മറ്റേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മഴയും മറ്റേ ഇല്ല, എന്നാലും സഹിക്കാൻ മേലാത്ത ചൂട് അത്യുഷ്ണ അല്ലേ. എടുത്തോണ്ട് വരാം കേട്ടോ. ഓക്കെ, ഇത് കണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട വണ്ടി ഓടിക്കാൻ പോയതാണ്. വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലില്ലേ അങ്ങോട്ട് സൂം ചെയ്യാം, അതൊന്നും വേണ്ട. അതിൽ കാരണം ഇവര് രണ്ടുപേരും ഓടിക്കാൻ പ്രാപ്തരുള്ളൂ. ഞാൻ വീട് ഓടിക്കുന്നില്ലേ അതുപോലെ വീട് ഓടിച്ചാൽ പൊളിഞ്ഞു പോകൂല. അല്ല, വീട് ഓടിച്ചു കൊണ്ടുപോണില്ലേ, ഈ വീട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. വീടും വീട്ടുകാര്യങ്ങളും ഓടിക്കുന്നുണ്ടല്ലോ, അത് മതി. പിൻബലത്തിൽ ക്ലീനിങ് ഒക്കെ നടത്തി പോകും. ഫുൾ ക്ലീനിങ് എന്നെ കൊണ്ട് പറ്റൂലല്ലോ. അപ്പൊ ഞാൻ ഒരാളെ കൂടെ നിർത്തി അത് ക്ലീൻ ചെയ്ത് ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട്. നാളത്തെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ. പഴയ വീടാകുമ്പോ കുറച്ച് വിഷയങ്ങളൊക്കെ എല്ലാ പഴയ വീടുകളിലും കാണാം. ഈ വച്ചൊക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും ക്ലീനിങ്ങും പരിപാടിയും വീഴ അത്ര ക്ലിയർ ഒന്നും അല്ല. എങ്കിലും ഞാൻ അവരെ കൊണ്ട് ഒരുമാതിരി ചെയ്യിച്ചാ പോണതാ. ഓക്കെ, ആ പുറത്തുനിന്ന് അകത്തേക്ക് കേറുമ്പോഴും തണുപ്പാ നമുക്ക്. അത് ശരിയാ, അങ്ങനെ ചൂടില്ല. കുടിച്ചോ? അതെന്തൊരു കഥ, അപ്പ കുടിച്ചില്ല. നല്ല സുഖം. ഒരു കമന്റില് കണ്ടേ നമ്മള് ഡെയിലി ഇങ്ങനെ അച്ചിങ്ങ കഴിച്ചാ മടുക്കൂലേന്ന്. ഇല്ല, ഡെയിലി അതിനെപ്പറ്റി വിശദമായിട്ട് അങ്ങ് പറയാം. അതാ ഞാൻ ചോദിച്ചത്. അമ്മയ്ക്ക് കുറെ വിശദീകരണം അതിനകത്ത് ഉണ്ടാവും എനിക്കറിയാം. നിങ്ങള് വീഡിയോ കാണിക്കുമ്പോഴേ ഈ അച്ചിങ്ങ നിങ്ങൾ കാണുന്നുണ്ടാവും അതില്.
ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസമാണ് അച്ചിങ്ങ മേടിക്കുന്നത്. അതെ. അപ്പൊ 80 റുപ്പീസാണ് ഈ അച്ചിങ്ങയ്ക്ക് പെർ kg. അപ്പൊ മിക്കവാറും 100 റുപ്പീസിന് തികച്ചങ്ങ എടുക്കും. കടയിൽ സ്ഥിരം പരിചയമുള്ള കടകളല്ലേ, എടുക്കുവാണ് പതിവ്. ഇപ്പൊ ഇന്ന് വേനൽക്കാലം ആയതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം അച്ചിങ്ങ മേടിക്കും. ഈ 100 രൂപയ്ക്ക് മേടിക്കുന്ന അച്ചിങ്ങ ഇപ്പൊ ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നും നാളെയും ഇവിടെ ഉപയോഗിക്കാനുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരിക്കലും ഞങ്ങൾ അച്ചിങ്ങ വെറുക്കാത്ത ഒരു കറിയാണ്. അതായത് ഇവിടെ അപ്പച്ചനും അമ്മച്ചും ഉള്ള കാലം മുതലേ പറമ്പിൽ ഇങ്ങനെ ഈ ചുമന്ന കൊമ്പൂത്തി പയറോർക്കണില്ലേ, വാരം കോരി അപ്പച്ചൻ ഇങ്ങനെ നടും. ഇവർ അപ്പച്ചനും അമ്മച്ചും കൂടെ ഇത് പറിക്കലും പരിപാടികളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന. അപ്പയുടെ ചെറുപ്പം പോലെ അപ്പ വെറുക്കാതെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണ് അച്ചിങ്ങ. എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കുറെ നല്ല കാര്യങ്ങൾ, അതിലൊരു നർമ്മരസം കൂടി ഞാൻ പറയാം. ഞങ്ങളുടെ വീട്ടില് പാടത്ത് കൃഷി ഇറക്കുമ്പോ, ഞാൻ സ്കൂള് കാലഘട്ടാട്ടോ പറയണേ, 70s കാലഘട്ടങ്ങളിൽ പാടത്ത് കൃഷി ഇറക്കുമ്പോ, ഈ നാള് പാടത്ത് പോയപ്പോ കണ്ടില്ലേ എന്റെ വീഡിയോ ഒക്കെ വരുമ്പോ ഈ എല്ലാവരുടെ കണ്ടത്തിന്റെ ഇടയ്ക്കോടെയും തോടുകൾ കാണും. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും കേട്ടോ, അത് കനാലല്ല, തോടുകള്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരമ്പയില് പയറ് നടും. പയറ് നട്ട് കഴിഞ്ഞാൽ ഈ കൊയ്യുന്ന സമയം വരെ അത് പറിക്കാനുണ്ടാവും. അപ്പൊ വേനലായി കഴിഞ്ഞാൽ അവിടെ കൃഷി ഇറക്കണത് ഡിസംബർ മാസത്തിൽ ഇറക്കും. ഏപ്രിൽ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒടുക്കമൊക്കെ ആകുമ്പോ കൊയ്ത്താട്ടോ. അങ്ങനെ അവിടുത്തെ രീതികൾ. അപ്പൊ എന്നാ പ്രത്യേക ഇപ്പൊ ഈ കാലാവസ്ഥ മാറിയതുകൊണ്ട് ഡിസംബർ എന്നുള്ളത് ചിലപ്പോൾ ഡിസംബർ ഒടുക്കാവും. പണ്ടൊക്കെ നവംബറിൽ ഇറക്കുമായിരുന്നു. അപ്പൊ ഫെബ്രുവരി, മാർച്ച് ആദ്യം കൊയ്യും. അപ്പൊ 3.5 മാസം ഏതാണ്ട് മൂപ്പെന്ന് എനിക്ക് തോന്നണ വിത്തിന് അവിടത്തെ ഇപ്പൊ ഉപയോഗിക്കണം. അപ്പൊ ഇച്ചിരി കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാവും. അപ്പൊ ഈ വരമ്പേൽ പയറിട്ട് കഴിഞ്ഞാൽ കൊയ്ത് വരുന്നവരെ പയറുപറി ഉണ്ടാവും. അപ്പൊ ഞാനൊരു രസം പറയാന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ, ഈ സ്കൂള് വിട്ട ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂള് വിട്ട് വരുമ്പോ വീട്ടില് എൻ്റെ അപ്പച്ചൻ, ഞാന്, എൻ്റെ ആങ്ങള, ഗ്രാൻഡ് മദർ, അപ്പച്ചൻ്റെ അമ്മ, ആ 4 പേരെ, അമ്മ മരിച്ചതിന് ശേഷം വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ്. അപ്പൊ ഈ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്ന് കഴിയുമ്പോ വെയിലാറുമ്പോ എലിമാമേനെ പയറ് പറിക്കാൻ വിടും. അപ്പൊ എന്നോട് പറയും, എന്നോടും കൂടെ പൊക്കോളാൻ പറയും. അപ്പൊ ഞാനും കൂടെ പോകൂട്ടോ. അപ്പൊ എന്തിനാന്നറിയാമോ, എലിമാമ വിളിക്കണ കൂട്ടിനാ. എന്നിട്ട് ഞാൻ ചെയ്യണ പണി എന്നാന്നറിയാമോ, എനിക്ക് ഇനി നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും ഞാൻ പറയും, ഞാൻ ചെയ്തോണ്ടിരുന്ന കുഞ്ഞിഷ്ട. അതായത് ഈ എനിക്ക് മുട്ടിന് മുകളിലുള്ള പാവാട ഇട്ടോണ്ടാണ് നമ്മൾ നടക്കണേ. പാവാടയും ബ്ലൗസുവാ വേഷമാണ്. നിങ്ങളുടെ പോലത്തെ സാൽവാറും ലെഗിയും പിന്നെ 3/4 ഒന്നും വൈജാമ 3/4 ഒന്നുമില്ല. അപ്പൊ ഈ പാടത്തേക്ക് അങ്ങ് ചെല്ലുമ്പോ മുതലാ പാടത്ത് നല്ല കാറ്റുണ്ട്, നാളെ അനുഭവിച്ചതല്ലേ കാറ്റ്. പക്ഷെ വരമ്പേ കയറുമ്പോ ഈ നെല്ലിന്റെ ഇതൊക്കെ കൊണ്ടും പയറിന്റെ ഇതുകൊണ്ടും പുല്ലും ഒക്കെ കയറി മുട്ടിന് താഴത്തേക്ക് ചൊറിച്ചിൽ കൊടുക്കും. എനിക്ക് മഹാ ഇറിറ്റേഷനാ. ഇച്ചിരി പയറൊക്കെ പറിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യണേനെന്നറിയുമ്പോ പയറ് പറിച്ചു വേഗം പോരാൻ വേണ്ടി എലിമാമ്മയോട് ചോദിക്കും, ഇത് പോരേന്ന് ചോദിക്കും. എന്നും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. അന്നേരം പറയും, മോളെ ഇത് എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ, ഇത് പോരേന്ന് ചോദിച്ചാൽ നാളെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു അർത്ഥകറി, അത് പിന്നെ എല്ലാവർക്കും കഴിക്കണ്ടേ, നമുക്ക് എല്ലാവർക്കും എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാൻ എന്നിട്ട് എന്നെ ഇങ്ങനെ പറയുമ്പോ ഈ പയറുണ്ടാകാതിരിക്കാൻ വേണ്ടി പയറിന്റെ പൂക്കണ്ണി ഇങ്ങനെ വരും. അന്നത്തെ കാലത്തെ പറഞ്ഞു ആ പൂക്കണ്ണിയില്ലേ, എലിമാമ കാണാതെ പൂച്ച അടിക്കും. പൂച്ച അടിച്ചേച്ചില്ലേ തോട്ടില് വെള്ളത്തിലേക്ക് ഇടും. എലിമാമ കണ്ടു, എന്റെ മോളെ ഇത് എന്നെ കാണിക്കണേ. കുഞ്ചിന് ഇപ്പൊ വല്യപ്പച്ചൻ, എന്റെ അപ്പച്ചൻ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്നാ ചെയ്യൂന്നറിയാവോ, നല്ല പെട കിട്ടൂന്നൊക്കെ പറയും. ഞാൻ പറയുന്ന അപ്പച്ചൻ കണ്ടിട്ട് വേണ്ടേന്ന്. ആ പൂക്കണ്ണി ഒഴുകി പോവും. ഞാൻ പറയണതാ ഇതുണ്ടാവാതിരിക്കാനാണ്. പക്ഷെ അങ്ങനെയുള്ള ഞാൻ പയറിന്റെ എങ്ങനെ പ്രേമിയായി എന്ന് എനിക്കറിയില്ല. ഇഷ്ടം എനിക്ക് പയറ്. അപ്പൊ അവിടെ അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ. ഇന്നാള് ഞാൻ പാടത്ത് പോയപ്പോ ഞങ്ങള് പാടത്ത് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോ വരും കേട്ടോ. അതില് ഞാൻ എന്റെ കൊച്ചപ്പന്റെ നോബിയുടെ മോനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മായി ഇങ്ങനത്തെ വിക്രിയ കാണിക്കൂന്ന്. അപ്പൊ അവൻ ചോദിക്കും എന്നോട്, ഇത്രയും ഇതായിട്ടുള്ള അമ്മായി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ദേഷ്യത്തിനൊക്കെ ചെയ്യും മോനെ. അങ്ങനത്തെ ആ പാടത്ത് കണ്ടില്ലേ, നല്ല രസം. അപ്പൊ ഞങ്ങളുടെ അവിടെയും സ്ഥിരം ഇങ്ങനെ പയറുള്ളത് കൊണ്ടേ എനിക്കും വെറുക്കാത്ത ഒരു കറിയാ പയർ. അപ്പൊ ഞങ്ങൾ ഒരിക്കലും വെറുക്കാത്ത ഒരു കറിയാണ് അച്ചിങ്ങാ പയർ. ഈ പയറൊന്നും അല്ല രുചിയുള്ള പയർ. രുചിയുള്ള പയർ പാടത്ത് കൊയ്ത് കഴിയുമ്പോ പാടത്ത് ഇങ്ങനെ പയർ ഈ ട്രില്ലർ കൊണ്ട് ഉഴവിച്ചു പയറായിട്ട് വിതയ്ക്കും. അത് ഇവിടെയും പാടത്ത് വിതയ്ക്കാറുണ്ട് പണ്ട്. ഇപ്പൊ കൃഷിയില്ലാത്തതുകൊണ്ടല്ലേ നമ്മുടെ പാടം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണേ. പയറ് വിതച്ച് കഴിയുമ്പോഴേ അമ്മച്ചി പറഞ്ഞ മുണ്ടോം പയറെന്ന് അതേ ഇങ്ങനെ
ഇത്രയുള്ള കുഞ്ഞു പയർ. ആ കുഞ്ഞു അല്ല ഇവിടെ നമുക്ക് കൊയ്ത്ത് കഴിയുമ്പോ ആ ഇവിടെ കൊണ്ടുവരും. അപ്പൊ മേടിക്കാൻ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ആ മുണ്ടോം പയർ പക്ഷെ നാശം എന്നാന്നറിയാം, ഒടിച്ചു പൊളിക്കാൻ ഭയങ്കര താമസമാണ്. ഇത്രയുള്ള ചെറുത് നല്ല രുചിയാ. ആ പയറാണ് ഏറ്റവും രുചിയുള്ള പയർ. അത് കഴിഞ്ഞാൽ രുചിയുള്ള പയർ ഇവിടെ അപ്പച്ചൻ ഈ പറമ്പില് കണ്ണി കോരിയേച്ച് നട്ടോണ്ടിരുന്ന ചുമന്ന ഇത് കൊമ്പൂത്തി പയർ. ഈ സൈഡിലെല്ലാം ഞാൻ വരുമ്പോ ഇങ്ങനെ ചുമന്ന കൊമ്പൂത്തി ഉണ്ടായി കിടക്കണം. എന്ത് രസമാണ്. അതും വേനൽക്കാലത്താ ചെയ്യണം. വെറുതെ അല്ല അപ്പ പറഞ്ഞത്, അമ്മയ്ക്ക് എല്ലാ പയറും പറ്റി അത്ര പിടിക്കൂല. അത് അപ്പക്ക് കൃത്യമായിട്ട് അറിയാം. ചില സമയത്ത് അപ്പ ചില ഉടായ്പ പയറൊക്കെ മേടിച്ചോണ്ട് അത് കണ്ട അമ്മയ്ക്ക് അറിയാം. കേട്ട് എന്നിട്ട് അപ്പ ഇന്നാള് എന്നോട് പറയാതെ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഓരോ കടയിൽ കയറി വളരെ വിഷമിച്ച് ഓരോ മേടിച്ചോണ്ട് വരുമ്പോ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ മുഖം കണ്ടു കഴിഞ്ഞാ ചില ചീത്തപ്പയറൊന്നും കണ്ട എനിക്കിഷ്ടമല്ല. ഞാൻ അന്നേരം പറയും അങ്ങനത്തെ പയറാണ് കടകളിൽ കിട്ടണമെങ്കിൽ മേടിക്കരുതെന്ന് ഞാൻ പോരേന്ന് പറഞ്ഞിട്ടുണ്ട്. പയറ് വേണ്ടാന്ന്. അപ്പക്ക് പയറെന്നാലും ഇടാനൊരു മടി കാരണം മേടിക്കണം. അപ്പയ്ക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ പറമ്പിൽ പറിച്ചല്ലേ എല്ലാ സമയവും. ഇപ്പോഴും നമ്മൾ നടാറുണ്ട് വള്ളിയേച്ചിങ്ങൊക്കെ. ഇപ്പൊ കിട്ടുന്ന പയറൊക്കെ ക്രോസിംഗ് അല്ലേ, പണ്ടത്തെ പോലത്തെ നല്ല ഇനങ്ങളല്ലേ. ക്രോസിംഗ് പയറിന് എന്നാന്നോ ലൈഫ് കുറവാണ്. പൂട്ടും അച്ചിങ്ങ ഒലത്തിയതും ബ്രെഡ് സാൻഡ്വിച്ച് നല്ലതാ. ബ്രെഡ് ടോസ്റ്റ് എല്ലാം പയറിന്റെ കൂടെ ഇല്ലേ കുറച്ച് അപ്പയ്ക്ക് അച്ചിങ്ങ ഒലത്തിയതിന്റെ കൂടെ വലിയ ഇഷ്ടം അരിപ്പുട്ട. ബ്രെഡ് ടോസ്റ്റ് നല്ലതാ. അതെല്ലേ. പിന്നെ എല്ലാ പയറിനും കുറച്ച് ഒടിയിലും കുറച്ച് പുളിയിലും വേണം, എന്നാലാ ടേസ്റ്റ്. കൊച്ചമ്മായില്ലേ ഈ നമ്മുടെ ഇവിടത്തെ ഏഞ്ചലേച്ചിയുടെ കൊച്ചമ്മായിക്ക് എന്റെ പോലെ ഒരു പയറ് കിട്ടാലും ഇഷ്ടമല്ല. കൊച്ചമ്മായി പറയും ഇതൊക്കെ എന്നാ പയറാ. ഞങ്ങളുടെ ചെറുപ്പത്തില് കൊച്ചാച്ചൻ, അപ്പച്ചനെ വിളിക്കുന്ന കൊച്ചാച്ചൻ, അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ മകളാട്ടോ. ആ കൊച്ചാച്ചൻ ഇവിടെ പറമ്പിൽ ഉണ്ടാക്കാൻ നടന്ന പയറാണ് പയറെന്ന. നല്ല സാധനം കഴിച്ചേക്കണോണ്ട് പഴയ ആൾക്കാർക്ക് അതിന്റെ ടേസ്റ്റ് അറിയാം. രുചി നന്നായിട്ട് അറിയാം. ഏഞ്ചലേച്ചി ഏത് കടയിച്ചൊന്നും മേടിച്ചാലും ഇഷ്ടപ്പെടില്ലാന്ന് പറഞ്ഞു എപ്പോഴും പറയുന്ന. അപ്പൊ പയറിന്റെ പിന്നിലുള്ള ഒരു കഥ കേട്ടില്ലേ എല്ലാവരും എന്റെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം. മെമ്മറീസ്. അപ്പൊ ഇതൊക്കെ ഒരു നേരം പോക്ക് രസാ. പക്ഷെ ശരിക്കും ഞാൻ ഓർക്കുമായിരുന്നു, ഇന്നാളെ നമ്മൾ അമ്മാച്ചന്റെ അടുത്ത് പോയപ്പോ അവിടെ സ്കൂട്ടർ നിർത്തി ആ ചേട്ടനാണ് എലിമാമയുടെ മനസ്സിലായി ജോസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പയർ വിശേഷങ്ങൾ. പയറിനെ പറ്റി എല്ലാവരും എപ്പോഴും ചോദിക്കാറുള്ളതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഇതിനകത്ത് ഒടിയലും ഉണ്ട് പൊളിയലും ഉണ്ട്. രണ്ടും കൂടി ഈക്വലായിട്ട് ഒരു കോമ്പിനേഷനിൽ വരുമ്പോഴാണ് അത് നല്ല ടേസ്റ്റായി മാറുന്നത്. കൂടുതൽ ഒടിയൽ വന്നു കഴിഞ്ഞാൽ, അതായത് അച്ചിങ്ങ പോലെ ഇരിക്കുന്നത് കൂടുതൽ വന്നു കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടുതൽ പൊളിയൽ വന്നു കഴിഞ്ഞാൽ, അതായത് കൂടുതൽ പയറ് മണി വന്നു കഴിഞ്ഞാലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. രണ്ടും ഈക്വൽ കോമ്പിനേഷനിൽ വരണം, അതാണ് ടേസ്റ്റ്. ഈ പുഴുവാണ് വില്ലൻ. ഇതിന്റെ ഒരു ഇച്ചിരി എങ്ങാനും ദേഹത്തിട്ട് വീണാണല്ലോ ചൊറിഞ്ഞ് നാശകോശായി പോവും. എൻ്റെ അമ്മോ, ഒരു ഇത്തിരി വീണാ മതി കയ്യിട്ട്. ഇതേ കണ്ടോ, ഇതൊരു പ്രത്യേക തരത്തിലുള്ള ചൊറിയനാണല്ലോ. ഇത് ചൊറിയനല്ലാന്ന് തോന്നുന്നു, പക്ഷെ പുഴുവാണ്. പുഴു ചാടാൻ ശ്രമിക്കുന്നുണ്ടോ ഒരേലയിൽ നിന്ന് മറ്റേ ലയിലേക്ക്. അത് എക്സ്റ്റെൻഡ് ആവുന്നുണ്ടോ അതിന്റെ ബോഡി? ബോഡി എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് കേട്ടോ അതിന്റെ ബോഡി വലുതായി അടുത്തതിലേക്ക് ചാടാനേ. അപ്പോഴേക്കും അതിന്റെ ബോഡി ഇത്തിരി വലുതായി. നല്ല രസം. അതിപ്പോ ഞാൻ വീഡിയോ എടുത്തപ്പോഴത് കണ്ടത്. ചാടാൻ നോക്കുക. കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ ചെടികളൊക്കെ ഉണർന്ന് നിൽക്കണം കാണുമ്പോൾ മനസ്സിന് സന്തോഷം. കണ്ടോ, എനിക്ക് 5-6 ചെടികള്. അപ്പൊ മമ്മിയും അമ്മാച്ചനും നോബിയൊക്കെ നനയ്ക്കണം. എന്തുമാത്രം ചെടികളാ. അതിനു വേണ്ടി കുറച്ച് സമയം എടുക്കേണ്ടി വരും. അത് പിന്നെ തെന്മൊഴി നനച്ചോളൂ. ചെടി ഒരുപാടുണ്ടെങ്കിൽ വെള്ളവും അതിനനുസരിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ. വെള്ളം വേറൊരു സംഗതി കാണിച്ചു തരാം. നമുക്ക് പിന്നെ വെള്ളത്തിന് പഞ്ഞില്ല, പാടത്തിന്റെ ഓരായതുകൊണ്ട് കിണറിൽ എപ്പോഴും വെള്ളമുണ്ട്, അതിനൊരു വിഷയമില്ല. പക്ഷെ കടുത്ത വേനൽ വരുമ്പോ മെയ് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും വെള്ളത്തിനൊരു കളർ ചേഞ്ച് വരും. ഇത് കണ്ട് ഇച്ചിരി കഴിയുമ്പോ എല്ലാം ഉണരും. ഇപ്പൊ തളർന്നു കുത്തി നിൽക്കുമല്ല.
നമ്മൾ 2 വർഷം മുമ്പ് നട്ട കാപ്പി. ഇത് നിറയെ പൂത്തല്ല. അത് നമ്മുടെ കാപ്പിത്തൈ ആട്ടോ. 2 വർഷം 3 വർഷമായി നട്ടിട്ട് അല്ലേ? 3 വർഷം മുമ്പ് നട്ടതാ. കോവിഡിന്റെ സമയത്ത് നട്ടതാ. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയായി. പൂ വിരിയോ നോക്കാം നമുക്ക്. വിരിയോ നോക്കാന്നല്ല, അത് വിരിയും. അതെ. ഈ വാളംപുളി ഉണക്കിയിട്ട് കുത്താനായിട്ടാണ് അമ്മ ഇങ്ങനെ വെയിലത്തിട്ടേക്കണേ കേട്ടോ. ഇത് കാണുമ്പോൾ ഈ വഴിക്ക് ഓരോ തവണ പോകുമ്പോഴും ഞാനിതെടുത്ത് കഴിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പലതവണ കഴിച്ച് നാവിലെ തൊലി പോവും. അങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിങ്. പക്ഷേ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഈ ഉണങ്ങി വരുന്ന പുളിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ വാളംപുളി ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പണ്ട് ഞാനൊക്കെ സ്കൂളിൽ ഒരു കവറ് നിറച്ചു കൊണ്ടുപോകായിരുന്നു. അന്നത് തട്ടിപ്പറിയാ എല്ലാവർക്കും. അങ്ങനത്തെ ഓർമ്മകളൊക്കെ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ള, നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നും പറഞ്ഞൊരിത് ഒരു ചോദ്യോത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നോടെ ഒന്ന് പറയൂ. എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ വന്ന ഓരോ ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് പറയണത്. അതായത് പ്രഷർ കുക്കർ നമ്മൾ പുതിയതായിട്ട് മേടിച്ച് ഉപയോഗിക്കുമ്പോൾ പുതിയ വാഷറായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വാഷർ ലൂസായി തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ പുതിയ വാഷർ മേടിക്കും. പിന്നെ പഴയ വാഷറും കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ലീക്കേജ് വരും. സൈഡിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ലീക്ക് വരും. അപ്പം അതിലേക്ക് പോയ സാധനങ്ങൾ വേവാതെ ഒരാകെ പ്രശ്നമാവും. അപ്പോൾ ഈ പ്രഷർ കുക്കറിൻ്റെ വാഷർ ദീർഘനാൾ ഉപയോഗിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് പറയണത്. വളരെ ചെറിയൊരു ടിപ്പ്. അതോടുകൂടി ഞാൻ നിർത്തിയേക്കാട്ടോ. ഇന്നത്തെ കത്തി നിർത്താം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ ആഹാര സാധനം വേവിച്ച് കഴിഞ്ഞാൽ വാഷർ കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം മതി. പുതിയ വാഷറാകുമ്പോൾ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നമ്മൾ ആ വാഷർ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞ് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രീസറിലെടുത്ത് വെക്കുക. നമ്മുടെ ഡീപ് ഫ്രീസറിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഇങ്ങനെ തണുപ്പൊക്കെ പിടിച്ച് കല്ല് പോലെയായി ഇരുന്നോളും. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസായി പോവില്ല. പിന്നെ നമ്മൾ പിറ്റേ ദിവസം കുക്കർ നമുക്ക് ഉപയോഗിക്കണമായിരിക്കുമല്ലോ. അപ്പോൾ പിറ്റേ ദിവസം കുക്കർ ഉപയോഗിക്കേണ്ട സമയമാകുമ്പോൾ ആ വാഷർ ഡയറക്റ്റ് എടുത്ത് വെച്ച് നമ്മൾ കുക്കറിലിട്ട് ഭക്ഷണം പാചകം ചെയ്യുക. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ പെട്ടെന്നത് ഇങ്ങനെ ലൂസായി വിസ്തൃതമായി പോവില്ല. കുറേ ദീർഘനാളത് പുതുമയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണെങ്കിലും വാഷർ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വാഷർ ഇങ്ങനെ കുറച്ച് നാൾ ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. കിട്ടാവുന്നിടത്തോളം ദിവസം യൂസ് ചെയ്യാൻ പറ്റിയ അടുക്കളക്കാരെ സംബന്ധിച്ച് എപ്പോഴും അതൊരു നല്ല കാര്യമല്ലേ. ഒരു ദിവസം കൂടുതൽ കിട്ടി അത്രയും നല്ലതല്ലേ. എപ്പോഴും നമ്മുടെ സേവിങ്സ് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു വാഷറൊക്കെ മേടിച്ചൊരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ആ വാഷർ പിന്നെ ഞാൻ കഞ്ഞി വയ്ക്കാനോ പയറിനോ പരിപ്പിനോ എന്തിനാണെങ്കിലും ഉപയോഗിക്കുന്ന ആ വാഷർ ഞാൻ അടുക്കള സിങ്കിലിട്ട് തണുപ്പൊക്കെ മാറിയതിന് ശേഷം കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ച് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കും. ഇന്നാളൊരു രസം ഉണ്ടായി ഇവിടെ. ഈ കൊച്ചു കുക്കറിൻ്റെയും വലിയ കുക്കറിൻ്റെയും 2 വാഷർ ഫ്രീസറിൽ ഇരിക്കുവാണ്. അപ്പോൾ ഈ പാല് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ എന്തോ ചെയ്യണോണ്ട് ഹസ്ബൻഡ് തന്നെ പാല് കവറിൽ നിന്നെടുത്ത് ഫ്രീസർ തുറന്ന് പാല് എടുത്ത് വെക്കുവാട്ടോ. അന്നേരം എന്നോട് ചോദിക്കുവാണ്, ഈ ഫ്രീസറിൽ ഞാൻ എവിടെ വെക്കണം ഈ പാല്? അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ചോദിക്കണം, ഫ്രീസറിൽ എവിടെയോ പാല് വെക്കേണ്ടതെന്ന്. അല്ല, ഇവിടെ പല പാത്രത്തിൽ പല സാധനങ്ങൾ ഇരിക്കണം. നമ്മുടെ പൾപ്പിരിപ്പുണ്ട്, പൾപ്പ് പല സാധനങ്ങൾ. പിന്നെ നീ മേടിച്ചുകൊണ്ട് വന്ന ഏതാണ്ടിൻ്റെ ഒരു പൾപ്പ് മേടിച്ചുകൊണ്ട് വന്നു, ആ കരിക്കിൻ്റെ പൾപ്പ്. അപ്പം പിന്നെ 2 വളയ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. കുക്കറിന് 2 വളയ ഇവിടെ ഇരിക്കുന്നത്. അതിന് എന്നെ കളിപ്പിച്ചാന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. 2 കറുത്ത വളയ ഇവിടെ ഇരിക്കുന്നത് കുക്കറിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ വളയത്തിന്റെ ഇടയ്ക്കേട്ട് ഇറക്കി വയ്ക്കും. ഇനി വളയത്തിന്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വളയം വലിഞ്ഞു പോയി ചുരുങ്ങിപ്പോയി എന്നൊന്നും പറയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, വളയം സൈഡിലേക്ക് ഒതുക്കി വെച്ച് 4 പാലാ ഒരു ദിവസം 1.5 പാല് മേടിക്കണോണ്ട് പാല് അവിടെ വെച്ചോളാൻ പറഞ്ഞു. എന്നെ ഒന്ന് കളിപ്പിച്ചാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ചൊരു കളിപ്പിക്കൽ അങ്ങോട്ട്. അപ്പൊ പാല് ഭംഗിയായിട്ട് വെച്ചേച്ചു പോയി. അപ്പൊ എന്നോട് ചോദിച്ചു, എത്ര നാൾ കഴിയുമ്പോഴേ വാഷർ ഇങ്ങനെ കയറ്റി ഇതിലേക്ക് വെക്കണം, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു പുതിയ വാഷറാകുമ്പോൾ അങ്ങനെ ചെയ്യണ്ട. 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപകാരപ്രദമായിരിക്കും. ഇത് ഞാൻ മനസ്സിലാക്കിയത് മാഗസീനിൽ വന്നതാ. അങ്ങനെ അതിൽ നിന്ന് ഞാൻ വായിച്ചപ്പോൾ പിടികിട്ടിയതാ വർഷങ്ങൾ മുമ്പ്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പൊ കൂടുതൽ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രഷർ കുക്കറിന്റെ വാഷർ ഇങ്ങനെ
ഒരാഴ്ച ഉപയോഗിക്കാൻ സാധിക്കുവോളെങ്കിൽ ഒരാഴ്ച ഉപയോഗിക്കാൻ പറ്റിയ അത്രയും നല്ലതല്ല. ഞാൻ അങ്ങനെ ഒരു ചെയ്യൂന്ന് പറഞ്ഞതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ, അത് നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ. പിന്നെ നമുക്ക് ഇനി ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ന്യൂജനോ അല്ലാത്തവരോ ഒക്കെ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിലൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നുറുങ്ങുകൾ ഞാൻ ഓർത്ത് വെക്കാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പറയുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരാം. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല കാര്യമാണ്. കാരണം അറിവുകൾ എപ്പോഴും ഷെയർ ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ. ചിലപ്പോൾ അമ്മയ്ക്ക് ഈ പുളിമുട്ടിലെ അമ്മാമ്മയൊക്കെ ഉണ്ടപ്പോ എന്തോരം കാര്യമാണ്. അതുപോലെ വീട്ടിലെ ജ്യേഷ്ഠന്റെ ഭാര്യ ജെസി ആന്റി, ഞാൻ എല്ലാവരോടും ചോദിക്കും. അപ്പൊ നിങ്ങളുടെ അറിവുകൾ പങ്കുവെക്കാനുള്ള ഒരു മാർഗവും കൂടിയാണിത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളും എനിക്ക് പറഞ്ഞു തന്നെ, എനിക്ക് അതനുസരിച്ച് ചെയ്യാലോ. അങ്ങനെ ഒത്തിരി വിദ്യകൾ നമുക്ക് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കിട്ടും. അതുപോലെ വേറൊരു കാര്യം, ഇപ്പൊ ഇത് പറയേണ്ടിയിട്ടല്ലെങ്കിലും, പിണ്ടി അരിയുമ്പോ നൂല് കളയണത് നീ ഓർക്കണ്ടോ? പിണ്ടി അരിയുമ്പോ കയ്യേൽ ഇങ്ങനെ വളയം പോലെ മോതിരം പോലെ വെച്ചു നിനക്ക് ഊരി തന്നേച്ച് നീ ആ ഉറ ഇങ്ങനെ കയ്യിലിട്ടുണ്ടോ ഉറയാന്നും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതുപോലെയുള്ള കൊച്ചു വർത്താനങ്ങൾ, വിശേഷങ്ങളും ഇൻഫോർമേഷനും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, പേജ് ഫോളോ ചെയ്യുകയും ചെയ്യണം കേട്ടോ. ബൈ, ടേക്ക് കെയർ, സീ യു.